ഞങ്ങളെ വിളിച്ചേ? മക്കളെ അച്ഛനാണെങ്കിലേ താമസിച്ചേ വരത്തുള്ളൂ പറഞ്ഞേ. അതെന്താ അമ്മ അച്ഛൻ അത്ര താമസിച്ചു വരുന്നേ? മക്കളെ അച്ഛനാണെങ്കിൽ ഇന്ന് ഇത്തിരി ജോലി കൂടുതലാണ്, അതുകൊണ്ട് ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ വരുമെന്ന്. അയ്യോ അത്ര താമസിക്കുക, എന്നാൽ ഞങ്ങൾക്ക് അച്ഛനോട് കളിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും നാളെ കളിക്കല്ലോ. നാളെ വൈകിട്ട് എന്തായാലും അച്ഛൻ നേരത്തെ വരും, താമസിച്ചൊന്നുണ്ട്. എന്തായാലും നാളെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വരും എന്ന് പറഞ്ഞു. അതെന്തായാലും കൊള്ളാം. അമ്മൂമ്മ എവിടെയെല്ലാം കണ്ടായിരുന്നു അമ്മേ? അമ്മൂമ്മയാണെങ്കിൽ പുറത്ത് ചെടിക്കെന്താ വെള്ളം നനയ്ക്കാന്ന് പറഞ്ഞു. ഇവരുണ്ടെന്ന് പറഞ്ഞാൽ അമ്മയാണ് ചെടി നനയ്ക്കുന്നതെന്ന്. ഇപ്പൊ അമ്മയല്ലേ ചെടി നനയ്ക്കുന്നത്? ഞാൻ മുമ്പ് ചെടി നനയ്ക്കുമായിരുന്നു, അമ്മ അപ്പ അടുക്കള നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ പിന്നെ അമ്മയുടെ ചെടി നനയ്ക്കാൻ വെള്ളം കൊടുത്ത്, വെള്ളമല്ല ഓസ് കൊടുത്ത്. പിന്നെ ഞാൻ അടുക്കള കയറി ജോലി ചെയ്ത്. ഓ അങ്ങനെ. അയ്യോ അതവിടുന്ന് പാലറീന കാപ്പച്ചിനോട് സൗണ്ട് കേൾക്കുന്നേ. എന്താണെങ്കിലും നല്ല പാട്ട്. ഓ അമ്മ നമ്മളെ പിടിക്കാൻ വേണ്ടി എന്നൊക്കെ ആയിരിക്കും പാലറീന കാപ്പച്ചീനോ. തുണ്ടു സാറിന്റെ ഗേൾഫ്രണ്ട് അത്. അയ്യോ പാലറീന കാപ്പച്ചിന് നമ്മുടെ ഇവിടെ അടുത്തുണ്ടല്ലോ. പേടി വന്നിട്ട് വയ്യ. ഒയ്യ എന്ത് ചെയ്യാ മക്കളെ, നമുക്ക് ഓടിയാലോ? ശരി അമ്മ നമുക്ക് മുറ്റത്തേക്ക് ഓടാ. പിന്നെ അമ്മൂമ്മയെ വിളിച്ചോണ്ട് അങ്ങോട്ടല്ലേ ഓടി രക്ഷോടാ. മക്കളെ ഓടി രക്ഷോടാ. അമ്മ നമ്മളങ്ങനെ എപ്പോഴും ഇവരൊക്കെ വരുമ്പോഴേ ഓടി രക്ഷപ്പെടത്തില്ല. അത് കഴിഞ്ഞ് ഇവർക്കറിയാം നമ്മൾ ഓടി രക്ഷപ്പെടുമെന്ന്. അതുകൊണ്ട് അവർ ചിലപ്പോൾ എന്തെങ്കിലും ട്രാപ്പ് ഉണ്ടാക്കി വെച്ചേക്കുമായിരിക്കും. നമുക്ക് അകത്തോട്ട് നിൽക്കാം. മക്കളെ നമ്മൾ അകത്ത് നിന്ന് പാലറീന കാപ്പച്ചിനെ നമ്മളെ തട്ടിക്കൊണ്ട് പോകത്തില്ലേ ആ തുണ്ടു സാറിന്റെ വീട്ടിലേക്ക്? തട്ടിക്കൊണ്ട് പോവും. അന്നാ നമുക്ക് മുറ്റത്തേക്ക് ഓടാ. അപ്പൊ അത് മുറ്റത്തെ നമ്മുടെ മരത്തില്ലേ അതിന്റെ ആ സൈഡ് ഒളിച്ചിരിക്കും. അത് നല്ലതാ. അങ്ങനെ തന്നെ ചെയ്യാം മക്കളെ. നീയൊക്കെ എങ്ങോട്ട് പോവാ? നീയൊക്കെ എവിടെയാ? നിന്നൊക്കെ ഞാൻ ഇപ്പൊ പിടിക്കാം. അമ്മേ അമ്മേ, അല്ല ഇതെന്താ എല്ലാരും മരത്തിന്റെ പറയാ ഒളിച്ചിരിക്കുന്നത്? എല്ലാരും ഒളിച്ചിൽ കളിക്കണോ? അല്ലമ്മേ അകത്താണെങ്കിൽ പാലാറിനെ കാപ്പിച്ചത് വന്ന് ഞങ്ങളെ പിടിക്കാൻ വരുവോ? ഞങ്ങളോട് പെട്ടെന്ന് ഒളിച്ചിരിക്കേ. സാധനം വീണ്ടും വന്നു. അറിഞ്ഞേക്ക് സമയമില്ല, പെട്ടെന്ന് ഒളിക്കേ. ഈ സാധനം പിന്നെ വന്നു. അതേ അമ്മ പിന്നെ വന്ന് തുണ്ടുസോറ് പറഞ്ഞു വിട്ടാന്ന് തോന്നുന്നു നമ്മളെല്ലാരും പിടിക്കാനായിട്ട്. അമ്മയെ കണ്ടിട്ട് പേടി വരുന്നു. അമ്മ ആരും മിണ്ടല്ലേ, അത് നമ്മളെ കാണും. എല്ലാം അവിടെ പോയി. നീയൊക്കെ എവിടെയാണെങ്കിലും ഇറങ്ങാ അങ്ങോട്ട്. നിന്നെയൊക്കെ ഞാൻ കാണിച്ചേട്ടാ. ആരും മിണ്ടല്ല കേട്ടോ. നമ്മൾ ഈ ക്യാപ്പിച്ചിനെ കണ്ടിട്ടില്ല. എന്റെ അമ്മയെ പേടി വന്നിട്ട് വയ്യ. ഒരു തുമ്പി മിണ്ടല്ലേന്ന്. അവിടെ മിണ്ടായിരിക്കും പിള്ളാരെ. നമ്മളെ കണ്ടെന്ന് തോന്നുന്നത്. അയ്യോ ആരും മിണ്ടല്ലേ. എനിക്ക് ദേഷ്യം വരുന്നു. എല്ലാം അവിടെ പോയി ഒളിച്ചിരിക്കുക. നീയൊക്കെ എവിടെയാണെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങി വാ. എന്റെ അടുത്തല്ലേ നിന്റെയൊക്കെ കളി. ഇങ്ങോട്ട് ഇറങ്ങി വാ. അയ്യോ കണ്ടിട്ട് എന്നെ പേടി വരുന്നു. എടി അവിടെ മിണ്ടാതിരിക്കാനെന്ന്. പിള്ളേരെ മിണ്ടായിരിക്കേ. കൊച്ചുകളെ മിണ്ടായിരിക്കും. ആ സാധനം നമ്മളെ കണ്ടാ പിന്നെ നമ്മുടെ കാര്യം പോക്കാം. എല്ലാരും മിണ്ടായിരിക്കുന്നുണ്ടോ? അത് നമ്മളെ കാണും. എല്ലാം അവിടെ പോയി കിടക്കുക. ഞാൻ പോയി അപ്പുറത്തെങ്കിലും പോയി തപ്പിട്ട് വരാം. എല്ലാരും നോക്ക്, ക്യാപ്പിച്ചിനെ പോയി. വാ നമുക്ക് നാവത്തോട്ട് പോവാ. നിക്കമ്മേ, അത് തിരിച്ചു വരുന്നുണ്ടോ ഇല്ലേ നമുക്ക് നോക്കണം ആദ്യം. അത് ശരി, ഞാനിപ്പോ അങ്ങ് ഓടി വീട്ടിനകത്ത് കയറിയാൻ ഇപ്പൊ എന്നെ കണ്ടാനേത്. ഇങ്ങോട്ട് വീണ്ടും വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ വരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് അരിച്ചു പെറുക്കി. ഒറ്റ ഒരെണ്ണത്തിനെ പോലെ എനിക്ക് കിട്ടിയില്ല. എല്ലാം അത് അവിടെ പോയേക്കുവാ. എല്ലാത്തിനും എന്റെ കയ്യെ കിട്ടിട്ട് ഞാൻ വെച്ചേക്കത്തില്ല. അയ്യോ എന്റെ അമ്മ പേടി വരുന്നേ. നല്ല രസമുണ്ടല്ലോ ക്യാപ്പിച്ചിനെ കാണാൻ. നല്ല രസമാടി. അങ്ങോട്ട് ചെല്ലി ഇപ്പൊ കിട്ടും. എല്ലാരും അവിടെ മിണ്ടായിരിക്കണം. ആ സാധനം നമ്മളെ കണ്ടാ പിന്നെ നമ്മുടെ കാര്യം പോക്കാ. നീ കൊച്ചുന്ന കുറെ നേരം ആയാലും മിണ്ടായിരിക്കില്ല. കൂടെ പൊന്നെ അമ്മ അമ്മയുടെ സൗണ്ട് കേട്ടിട്ട് ഇങ്ങോട്ട് വരും. മിണ്ടായിരിക്കമ്മ. ഞാൻ ഇനി മിണ്ടുന്നില്ല. ഇതെന്തൊരു കഷ്ടം. എല്ലാം കൂടെ പൊരിഞ്ഞടിയായോ. എല്ലാം ഉള്ളത് അവിടെ പോയി കിടക്കുക. തുമ്പും സാഹർ ഇവരെല്ലാരും എന്നെ പിടിക്കാൻ വേണ്ടി അയച്ചത്. ഞാൻ അവരെ പിടിച്ചോണ്ട് വന്നില്ലെങ്കിൽ എന്നോട് എന്നെ പിണങ്ങും. എല്ലാ എണ്ണത്തിനും ഇന്ന് പിടിച്ചോണ്ട് പോകും ഞാൻ. ദേഷ്യം വന്നിട്ട് വയ്യ. എല്ലാം ഉള്ളത് അവിടെ പോയി കിടക്കുക. ആരെങ്കിലും ഇറങ്ങി വാ. ദേഷ്യം വന്നിട്ട് വയ്യ. ഇവിടെ തന്നെ എന്റെ കാലുവേന നടക്കുന്നു. എനിക്കാണെങ്കിൽ കാലുവേന എടുത്തിട്ട് വയ്യ. നല്ല രസം ഉണ്ടല്ലോ കൊച്ചിന്റെ ഡാൻസ്. അങ്ങോട്ട് ചെല്ലടി, ഇപ്പൊ നല്ലത് കിട്ടും. അവിടെ മിണ്ടായിരിക്കട്ടെ. ചേട്ടനോട് ഞാൻ വല്ലതും പറഞ്ഞു. കൊച്ചിനോട് മിണ്ടായിരിക്കാനെന്ന് പറഞ്ഞില്ലേ? കൊറേ നേരം ആയാലും കിടന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ പോകുന്നില്ല ആ സാധനം. അമ്മയുടെ സാധനം അല്ല പാലാറീന കാപ്പച്ചിനോ. ആ സാധനം തന്നെ. ഇത് കുറെ നേരം ആയാലും ഡാൻസ് തുടങ്ങിയിട്ട് നിർത്തുന്നില്ല ഡാൻസ്. അമ്മ ഈ പാലാറീന കാപ്പച്ചിനോ ഉറങ്ങാത്തപ്പോ ഇങ്ങനെ ഡാൻസ് ചെയ്തോണ്ടിരിക്കും. ഉറങ്ങുമ്പോൾ മാത്രമാണ് അങ്ങനെ നടക്കത്തുള്ളൂ. അങ്ങനെ പാലാറീന കാപ്പച്ചിനോ ഡാൻസ് കണ്ടിട്ട് എന്നെ പേടി വന്നിട്ട് വയ്യ. ആര് പറഞ്ഞ ഡാൻസ് കണ്ടിട്ട് പേടി വരുന്നത്? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് നല്ല രസമുണ്ട്. എനിക്ക് പക്ഷെ കണ്ടിട്ട് പേടി വരുന്നു. നമ്മളെല്ലാരും പിടിച്ചോണ്ട് നിൽക്കുമല്ലോ ഇത്. അത് കണ്ടിട്ട് എനിക്ക് പേടി വന്നിട്ട് വയ്യ. അത് ശരി അമ്മ പറഞ്ഞത്. കണ്ടിട്ട് പേടി വന്നിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടിട്ട് നമ്മളെ പിടിക്കാൻ വേണ്ടി നിൽക്കുമല്ലേ. അയ്യോ എവിടെ നിന്നിട്ട് എന്റെ കാര്യം ആണെങ്കിലും കുറെ നേരം ആയാലും നിൽക്കാൻ തുടങ്ങിയിട്ട്. ആ കൊച്ചങ്ങോട്ട് പോകാൻ തോന്നുന്നു. ഇതൊന്നും അതേ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പിന്നെ വരുന്നത്. അയ്യോ നമ്മുടെ അടുത്തേക്ക് വരുവാണല്ലോ. നമ്മളെ കണ്ടുപിടിക്കോ? മിണ്ടല്ലേ നന്ദിനി. അത് പോവാ. അങ്ങോട്ട് പോവും. അത് പിന്നെ വന്നത്. വേറെന്ത് പ്രാന്താണോ? അയ്യോ അമ്മ മിണ്ടാതിരിക്കേ, കേക്കും. അയ്യോ നമ്മുടെ അടുത്തേക്ക് വരുവാണല്ലോ. പിന്നെയും പോകുന്നത്. അങ്ങനെ ഇങ്ങോട്ട് വന്നും പോയി നിൽക്കുന്നത്. എനിക്ക് ദേഷ്യം വന്നിട്ട് ഒറ്റ ഒന്നതിനെ പോലെ കാണുന്നില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. രക്ഷപ്പെട്ടത് പോയി. നമ്മളങ്ങനെ രക്ഷപ്പെട്ടു.